എന്താ സുഖത്തിനാണ് പുള്ളിയാണ് ചെസ്റ്റ് പെയിനായിട്ട് ഐസിയുയിൽ അഡ്മിറ്റായിരുന്നു. അത് സുമാരക്കുറിപ്പാണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? അദ്ദേഹത്തിനോട് ഞാൻ ചെയ്ത ഇൻട്രാക്ഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പുള്ളിയെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഒരു പ്രാവശ്യം. ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ അല്ല, നേരിൽ കണ്ടിട്ടുണ്ട് ഞാൻ. അതെ. ഞാൻ ജാർഖണ്ഡിൽ ബുക്കാറോ സ്റ്റീൽ പ്ലാന്റിൻ്റെ ഹോസ്പിറ്റലിൽ BGH എന്ന് പറയും, അവിടെയാണ് ജോലി ചെയ്തത്. അവിടെ പഠിച്ചതും. ഞാൻ പഠിക്കുന്ന സമയത്താണ് സുകുമാരക്കുറുപ്പിനെ കാണുന്നത്. അത് 1988. പുള്ളി ആദ്യമായിട്ട് കണ്ടപ്പോൾ എന്താണ് പുള്ളി അനുഭവം എന്ന് പറയാനില്ല, പേഷ്യൻ്റായിട്ട് അഡ്മിറ്റായി അങ്ങനെ കണ്ടത്. എന്താ സുഖത്തിനാണ് പുള്ളിയാണ് ചെസ്റ്റ് പെയിനായിട്ട് ഐസിയുയിൽ അഡ്മിറ്റായിരുന്നു. അത് സുമാരക്കുറിപ്പാണെന്ന് എങ്ങനെയാണ് മനസ്സിലായത്? അദ്ദേഹത്തിനോട് ഞാൻ ചെയ്ത ഇൻട്രാക്ഷനിൽ നിന്ന് എനിക്ക് മനസ്സിലായി. പുള്ളിയെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഒരു പ്രാവശ്യം. ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലെ അല്ല, നേരിൽ കണ്ടിട്ടുണ്ട് ഞാൻ. അതെ. അല്ല, നമ്മൾ ഈ എൻ്റെ വീട് ചെറിയനാടാ. ഈ സംഭവം നടക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ കണ്ടതാണ്. ഓക്കെ. അപ്പം ഈ സുകുമാരക്കുറുപ്പിനെ നമ്മൾ നേരിൽ കാണുമ്പോൾ ഇപ്പം പഴയ രൂപത്തിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ടോ? അതോ അങ്ങനെ ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ, 10-42 വർഷമായില്ലേ. അന്ന് ആസ് എ പേഷ്യൻ്റ് കണ്ടിട്ടുണ്ട്. ഈ സുകുമാരക്കുറുപ്പിനെ ചികിത്സയ്ക്ക് വന്നപ്പം പുള്ളിയോടുള്ള ഒരു ഇൻട്രാക്ഷൻ അത് എന്തായിരുന്നു? ഇൻട്രാക്ഷൻ ഹോസ്റ്റലിൽ ഇങ്ങനെ സംസാരം ഉണ്ടായി. സീനിയേഴ്സ് വന്നിട്ട് ഇങ്ങനെ ഒരാൾ അഡ്മിറ്റുണ്ട്, പല ഭാഷകളറിയാം, ഭാര്യ നേഴ്സാണ്, മലയാളം അറിയാം, എല്ലാം ആ ഒരു ഇത് എല്ലാവരും ഡിസ്കസ് ചെയ്തപ്പം ഞങ്ങൾക്ക് സംശയം തോന്നി. അങ്ങനെ ഞാൻ പോയി നോക്കിയത്. അതെ. അപ്പം പുള്ളി നേരിട്ട് കണ്ടപ്പം പുള്ളിയാണെന്ന് മനസ്സിലായി. ചെന്ന് സംസാരത്തിൽ നിന്നാണ് മനസ്സിലായ. പേഷ്യൻ്റ് എന്നോട് സംസാരിച്ച് ഭാഷകൾ ഇത്ര അറിയാം, നാട്ടിൽ കേരളത്തിൽ വന്നിട്ടുണ്ട്, ആലപ്പുഴയൊക്കെ വന്നിട്ടുണ്ട്, മലയാളം എല്ലാം അറിയാം. അങ്ങനെ ഞാൻ സംസാരിച്ച് അങ്ങോട്ട് എൻ്റെ വീട് ആലപ്പുഴ ചെങ്ങന്നൂരാണ്, ചെറിയനാടാണെന്ന് പറഞ്ഞു. പറയത്തില്ലല്ലോ ഞാൻ ഇന്നാളാണെന്ന്. പുള്ളിക്കാരൻ്റെ ഭാവമാറ്റം കണ്ടപ്പോഴേ മനസ്സിലായി അദ്ദേഹം തന്നെയാണ്. അങ്ങനെ അപ്പോൾ പുള്ളി ഇത്രയും വിവാദമായ ഒരാളെ നേരിൽ കാണുമ്പോൾ ഉണ്ടായ അനുഭവം അങ്ങനെ എനിക്ക് അദ്ദേഹം അന്ന് തന്നെ മനസ്സിലായി. പക്ഷേ എനിക്കന്ന് ഞാൻ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻറ്റാണ്. ICUലൊന്നും നമുക്ക് അത്രയും ഇതില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ ആകുമ്പോൾ നമുക്ക് അത്രയും ഒരു ഇതില്ലല്ലോ. പിന്നെ ചെന്ന് കണ്ട് സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് പോയി. പിന്നെ ക്ലാസ്സിന് പോയി. ഉച്ചയ്ക്ക് ആയപ്പോഴത്തേന് ഡോക്ടേഴ്സ് റൗണ്ട് കഴിഞ്ഞ് അദ്ദേഹത്തിനെ ഷിഫ്റ്റ് ചെയ്ത് വാർഡിലോട്ട്, ജനറൽ വാർഡിലോട്ട്. അവിടുന്ന് അദ്ദേഹം അബ്സ്കോണ്ടഡ് ആകുമായിരുന്നു. അതിൻ്റെ ഒരു അനുഭവം അന്ന് തൊട്ടാ പിന്നെ ഇങ്ങനെ അന്വേഷണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ക്രൈംബ്രാഞ്ചിൽ നിന്നും റെഗുലറായിട്ടുണ്ട്, ചോദിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്നെ അങ്ങോട്ട് വിളിക്കാറുണ്ട്. അന്നത്തെ സമയത്ത് മനോരമ പേപ്പർകാർ വന്നായിരുന്നു. അത് കഴിഞ്ഞ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷണത്തിന് വന്ന്. അപ്പോൾ ഞാനിവിടെ ആനുവൽ വെക്കേഷന് വന്നേക്കുമായിരുന്നു. പിന്നെ ഇവിടെ വന്ന് നാട്ടിൽ വന്നിട്ട് അന്വേഷണം എൻ്റെ വീട്ടിൽ ചെറിയനാട്ടൊക്കെ വന്ന് അന്വേഷണമൊക്കെ നടത്തി. അത് കഴിഞ്ഞ് അന്ന് തൊട്ട് ക്രൈംബ്രാഞ്ച് ഇപ്പം ഈ അടുത്ത സമയത്ത് വരെ കഴിഞ്ഞ മാസം ഇപ്പം ഇവിടെ വന്ന് വീണ്ടും മൊഴിയെടുത്തിട്ട് പോയി. ഇപ്പം 3 ആഴ്ചയായിട്ടുള്ളൂ ഇവിടെ വന്നായിരുന്നു. അപ്പോൾ അതിന് മുമ്പേ വിളിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അവിടോട്ട് ജാർഖണ്ഡിലോട്ട് ഞങ്ങൾ അങ്ങോട്ട് വരണോ, വരുന്നോ, എപ്പം വരും എന്നൊക്കെ ചോദിക്കും. ഇടയ്ക്കൊക്കെ എൻ്റെ വീട്ടിലും വരാറുണ്ട്, ഇവിടെയും വരാറുണ്ട്, വന്ന് അന്വേഷിക്കാറുണ്ട് ക്രൈംബ്രാഞ്ചുകാർ. അത് കഴിഞ്ഞ് ഇപ്പം ലാസ്റ്റിൽ ഇവിടെ വന്ന് എല്ലാം ചോദിച്ചിട്ട് പോയി കഴിഞ്ഞ മാസം.